ഇന്നെനിക്കിവിടെ വളരെ സന്തോഷകരമായ കാര്യമുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു പാസ്റ്ററായിട്ട് പോകുന്നത് ഈ സിസ്റ്റർ എൽസിയുടെയും ഈ പൊന്നച്ചൻ്റെയൊക്കെ സ്ഥലമായ കുഴിക്കാലിലേക്ക്. അത് 1980-ലാണ്. വളരെ രസകരമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ എല്ലാ സമ്പത്തും കൂടെ ഒരു സൂട്ട് കേസിനകത്ത് വെച്ച് അച്ഛൻ ബസ് എന്ന് പറയുന്ന ഒരു ബസ്സിൽ കോഴഞ്ചേരിയിൽ നിന്ന് ഇടിച്ച് തള്ളി കയറുന്ന ഒരു ബസ്സിനകത്ത് ഞങ്ങൾ കയറി. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ സൂട്ട് കേസിൽ ഒരു വലിയ പെട്ടി, അതിനകത്ത് എൻ്റെ ഭാര്യയുടെയും എൻ്റെ എല്ലാ ഡ്രസ്സെല്ലാം ഉണ്ട്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ വണ്ടി ഈ ഒരു അമ്മച്ചിയുടെ കാലിൽ ഇടിച്ചു എൻ്റെ ഈ പെട്ടി. അമ്മച്ചി പറഞ്ഞു, ഈ പണ്ടാരനെല്ലാം കൂടെ വലിച്ചോണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഞായറാഴ്ച ചെന്നപ്പോൾ ഈ ഒരമ്മച്ചി എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ബസ്സിൽ വെച്ച് കണ്ടതാ. അന്നേരമാണ് അമ്മച്ചിക്ക് മനസ്സിലായി ഞാനവരുടെ പാസ്റ്ററായിരുന്നു. അന്ന് ഈ LCCS ഒന്നും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. തൻ്റെ മാതാവ് ആരും തന്നെ, അവരൊക്കെ മർത്തോമയിലെ അറിയപ്പെട്ട വ്യക്തികളായിരുന്നു അവിടെ. പൊന്നച്ചനും അന്ന് ഈ വിശ്വാസത്തിൽ വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. 80 കാലങ്ങളിലെ പൊന്നച്ചന് എന്ത് ചെയ്യും? അപ്പം അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ ദൈവം ഇടയാക്കി. ചില നാളുകൾക്ക് ശേഷം ഈ സിസ്റ്ററിൻ്റെ മാതാവ് ഈ കൃപയിലേക്ക് വരാൻ, കുടുംബം ഈ കൃപയിലേക്ക് വരാൻ. അന്നും ഈ സഹോദരി അവിടെ ഒരു ബാങ്കിലെ ജീവനക്കാരിയാണ്. ഈ സഭയിൽ വരികയില്ല, യോഗങ്ങൾക്കൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. ഇവരുടെ ഒരു പ്രവർത്തനമാണ് ഇതെന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയുന്നു. ഇനി ഉലുവുകാടൻ മിനിസ്ട്രി പാസ്റ്റർ ക്ലെമന്റ് പറഞ്ഞ് എനിക്ക് ആരും അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ പ്രിയ ജോൺ ഐസക്കിൻ്റെയും മിനിസ്ട്രീസിൻ്റെ ഒക്കെ മിനിസ്ട്രിയാണെന്ന് തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അവരുടെ മാതാവ് വളരെ 10-40 ദിവസങ്ങളൊക്കെ എല്ലാ വർഷവും ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ഉപവാസ പ്രാർത്ഥനകൾ, അവരുടെ കണ്ണുനീരുകൾ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്ന ഞാൻ ഉൾപ്പെടെ അനേകർക്ക് ഈ സഹോദരിയുടെ മാതാവിൻ്റെ പ്രാർത്ഥന സഹായമായി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വലിയ കഷ്ടതയുടെ വേളകളിൽ, ബുദ്ധിമുട്ടിൻ്റെ വേളയിൽ ആ കുടുംബം സഹായമായി തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ദിവസം ഓർക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ പിന്നീട് ഈ രക്ഷയിലേക്ക് വരുവാനിടയായി എനിക്ക് തോന്നുന്നു എവിടെ വെച്ചാണ് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ 85 അവിടെ നിന്ന് കുഴിക്കാലയിൽ നിന്ന് പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സർവ്വസുരക്ഷയോടുള്ള ബന്ധത്തിൽ മാറിപ്പോയി. എനിക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇവരുടെ കാര്യങ്ങളൊന്നും അധികം അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത്ഭുതം തോന്നുന്നു, ഇങ്ങനെ ഒരു മിനിസ്ട്രി ആരംഭിക്കാൻ ദൈവം അവർക്കിടയാക്കുന്നു. വലിയ പ്രവർത്തനങ്ങൾ കർത്താവ് ധാരാളമായി ചെയ്യട്ടെ. ഇവിടെ കർത്താവിൻ്റെ ദാസന്മാരിവിടെ ഓർമ്മിപ്പിച്ചതുപോലെ അനന്ത സാധ്യതയുള്ള ഒരു വലിയ മിനിസ്ട്രിയാണ് ഇപ്പോഴത്തെ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളെല്ലാം. ശാസ്ത്രീയമായിട്ടുള്ള ഈ പുരോഗമനങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം കൊടുത്ത ജ്ഞാനമാണ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, ഇവിടെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് സുവിശേഷകരായിരുന്നു. ഇവിടെ പല ഭാഷകളും അതിൻ്റെ ഗ്രാമർ ഉണ്ടാക്കിയതും എന്തിനേറെ അതിൻ്റെ ഡിക്ഷണറി ഉണ്ടാക്കിയതും എല്ലാം ഇവിടെ മിഷണന്മാരായിരുന്നു, സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ജനത്തിന് പുസ്തകം കൊടുക്കുവാൻ അവർ കഴിഞ്ഞില്ല. ആരോ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അത് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രസ്സുകളും ആ മാധ്യമങ്ങളും ഒക്കെ മറ്റു പലരുമാണ് ഉപയോഗിച്ചത്. ഇതുപോലെ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ ഉണ്ടാകാൻ സുവിശേഷം പറയണമെന്ന് പറഞ്ഞ ദൈവം തന്നെ കൊടുത്ത ജ്ഞാനമാണ്. പക്ഷേ അതൊക്കെ എത്രമാത്രം ഉപയോഗിക്കപ്പെടുന്നു. 1-2 ചിന്തകൾ പറഞ്ഞിട്ട് നമുക്കിത് പ്രാർത്ഥിച്ച് യേശുവിനെ സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ യേശു പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. മർക്കോസ് 13:10 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. നിങ്ങളും അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്നാണ് നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുന്നത്.
അപ്പോൾ നമ്മളെ ദൈവം വിളിച്ച അതിൻ്റെ പർപ്പസ് തന്നെ, the purpose behind our calling is for the gospelization, to show forth the praises of our Master. നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മൾ ആരുമില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ രാജകീയ പുരോഹിതവർഗമാക്കി. We become the members of the royal priesthood. എന്തൊരു അമേസിംഗ് തിങ് കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് എന്നെ വിശുദ്ധ വംശമാക്കിയത്? എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ നമ്മളൊരു പെക്യൂലർ പീപ്പിൾ, ഒരു പ്രത്യേക ജനമാക്കി മാറ്റിയത്? കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അത് പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. എഫെസ്യ ലേഖനം 4:11 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു. അതൊരു പ്രത്യേക അപ്പോയിൻമെന്റ് ആണ്. അത് ദൈവം ഡയറക്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് ചെയ്യാനൊക്കെയില്ല. എന്നാൽ സഭയിൽ ആരെല്ലാം വിളിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം കർത്താവിന്റെ സൽഗുണങ്ങൾ ഘോഷിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ചെയ്തിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ കൊച്ചറയിലേക്ക് പോകുമ്പോൾ, ഇതിനിടയ്ക്ക് എൻ്റെ വീട് കേരളത്തിൻ്റെ കിഴക്കേറ്റമായ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു, ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിൽ. ഇപ്പോഴാണ് ഞാൻ തിരുവല്ല